ചെയ്ത് ഞങ്ങളവരുടെ ബഹുമാന്യ സാക് മാസ്റ്റർ, വേദിയിലിരിക്കുന്ന ഇഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ഇന്നലെയാണ് എനിക്കുണ്ടായിരുന്ന പരിപാടി. എന്നോട് ബഹുമാന്യായ എന്റെ സുഹൃത്ത് കാവലിന്റെ സഖാഫി ബുധനാഴ്ച രാത്രി വിളിച്ച് ശനിയാഴ്ച അങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരാഴ്ചയായി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അതിന് മുമ്പ് ഞാൻ പരിപാടി കൊടുത്തതുകൊണ്ട് എനിക്ക് അർജന്റായിട്ട് എറണാകുളത്ത് എത്തേണ്ടതുകൊണ്ട് ഇന്നലെ വരാൻ കഴിയാതെ ഏതെങ്കിലും സമയത്ത് നിന്ന് ഞാനിവിടെ എത്താന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ SSFന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി സ്വാഗത ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇപ്പോൾ പ്രത്യേക ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ മക്കൾ നമ്മൾ വിചാരിച്ച രൂപത്തിൽ വളർന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അടുത്ത കാലത്ത് വന്ന പല ഫീച്ചറുകളും കുട്ടികളെ സംബന്ധിച്ചായാലും രക്ഷിതാക്കളെ സംബന്ധിച്ചായാലും മാതാപിതാക്കളെ സംബന്ധിച്ചായാലും അധ്യാപകരെ സംബന്ധിച്ചായാലും ഒക്കെ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ റിപ്പോർട്ടുകളല്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. എല്ലാവരോടും, കുടുംബത്തിനോട്, വാപ്പാനോട്, ഉമ്മാനോട്, ആരോട് ഒക്കെയുള്ള ബന്ധങ്ങൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മളൊരു ആത്മപരിശോധന. നമ്മൾ പല ഉത്ബോധനങ്ങളും പല ക്ലാസുകളും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുള്ള ബന്ധങ്ങൾ, ബഹുമാനങ്ങൾ, ആദരവുകൾ ഉണ്ടോ എന്നുള്ളത് ഇത്തരത്തിൽ പരിശോധിക്കണമെന്നാണ് എനിക്ക് സാന്ദർഭികമായി പറയുന്നത്. ഇവിടെ സാഹിത്യോത്സവ പരിപാടികളാണ് നടക്കുന്നത്. കുട്ടികളുടെ നൈസർഗികമായ കഴിവ് പുറത്ത് പ്രകടിപ്പിച്ചു അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് പുതിയ മേഖലകൾ കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു വേദിയായി ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഉപകാരപ്പെടും. ആ ഉപകാരപ്പെടുന്നതോടുകൂടി തന്നെ നമ്മളൊക്കെ അവർക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് വളരെ ആഭാസകരമല്ലാത്ത വിധത്തിൽ ഇസ്ലാമികമായ ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കണം. അതിനുള്ള ഒരു വേദിയായി ഇത്തരം പരിപാടികൾ ഇവിടെ ഞാൻ നേരത്തെ സ്വാഗത ക്ലാസിനോട് ജില്ലാ സെക്രട്ടറി സാക് മാസ്റ്ററോട് ചോദിച്ചത് ഈ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ആദ്യം യൂണിറ്റ്, പിന്നീട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, മേഖലാടിസ്ഥാനത്തിൽ, പിന്നെ ജില്ലാടിസ്ഥാനത്തിൽ, സംസ്ഥാന അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ പരിപാടികൾ നടക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് കഴിവുള്ള ആളുകളൊക്കെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. എന്നാൽ അടുത്ത കാലത്ത് ഒരു പൊതുപ്രവർത്തനം നിൽക്കുക, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ദിവസവും പല ആളുകളുമായി ബന്ധപ്പെടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും കാണാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. മുൻകാലങ്ങളിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ബന്ധങ്ങളും കാര്യങ്ങളും ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്ത് എന്റെ അടുത്ത് ഒരാള് ഒരു B.Ed ട്രെയിനിങ് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി വന്നു. ആള് വന്നത് നമ്മുടെ ചുറ്റുപാടിന്റെ ആളല്ല. ആള് വന്ന് അവൻ പറഞ്ഞു, എനിക്ക് ഒരു ഭാര്യക്ക് ഒരു B.Ed ഇംഗ്ലീഷിന് സീറ്റ് കിട്ടണം. ഇടവണ്ണ ആമിയിലോ കൊണ്ടോട്ടി EMAലോ അരീക്കോടോ അല്ലെങ്കിൽ കാവനൂരോ എവിടെയെങ്കിലും അതിന്റെ ഒരു അഡ്മിഷൻ കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലെറ്റർ പേഡ് എടുത്തിട്ട് ഞാൻ ഇവനോട് പേര് ചോദിച്ചു, ഭാര്യന്റെ. ഞാനത് ഇപ്പൊ വന്നപ്പോ പെട്ടെന്ന് വിചാരിച്ചു പോലെ പെങ്ങളായിരിക്കും വിചാരിച്ചപ്പോ പാപ്പാനെ വേറെന്താ ചോദിച്ചു. അതായത് അപ്പം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇത് ആലോചിച്ചു അപ്പൊ എന്റെ ഭാര്യ. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അമ്മോസാങ്ങനെ പേര് എനിക്ക് അറിയില്ല ചോദിച്ചു. ഓനറിയില്ല. നമ്മൾ ആലോചിച്ചപ്പോ അവന് കൈ കൊടുത്താണ് കുട്ടിനെ ഏൽപ്പിച്ചാളാം. പറ്റും. പിന്നെ വിളിക്കാണ് ആർക്ക്, ഭാര്യക്ക്. വിളിച്ചിട്ട് എന്റെ വാപ്പാന്റെ പേരെന്താണ്, എന്റെ ഉപതര ചോദിക്കണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, അതിന്റെ ഒരു ഗൗരവങ്ങൾ ആലോചിച്ചു. സ്വന്തം വാപ്പയായിട്ട് കണക്കാക്കുന്ന സ്വന്തം ഭാര്യന്റെ വാപ്പാന്റെ പേര് അറിയാത്ത മരുമക്കളിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അതൊക്കെ ഒരു യാന്ത്രികമാണ്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനിത് കുറെ ആലോചിച്ചു. ഞാനിത് 2-3 സ്റ്റേജിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ എന്റെ വളരെ വ്യത്യസ്ത പരിപാടികൾ പോകുമ്പോൾ ഞാനതൊക്കെ സൂചിപ്പിക്കാറുണ്ട്. കാരണം അതിൽ നിന്നൊക്കെ നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കാറുണ്ട്. നമ്മളൊക്കെ ചെറുപ്പകാലത്തില് ഉമ്മാന്റെ അഞ്ചത്തി ആരാണ്, ഇളയന്മാരാണ്, അമ്മായി ആരാണ് ഒക്കെ നമുക്കറിയാം. നമ്മളെ വിരുന്ന് പാർക്കാൻ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുപ്പകാലഘട്ടം. ഇപ്പൊ ആരെങ്കിലും പോകാറുണ്ടോ?
പോവില്ല. കാരണം നമ്മളെ ഈ സ്കൂളിൽ പഠിച്ച് കുട്ടികൾ രാവിലെ വന്നു, പിന്നെ തൊട്ടടുത്ത് പോയില്ല. അങ്ങനെ ഒരു അണുകുടുംബങ്ങളായിക്കെ വളർന്ന് ബന്ധങ്ങൾക്ക് സ്ഥാനങ്ങളില്ലാതെ പോകുന്ന ഒരവസ്ഥ. അതിനും ഒരു മാറ്റം വരണം. നമ്മളെ സമൂഹത്തിൽ ഇതുപോലെയുള്ള നിങ്ങളെ SSLഒക്കെ സംബന്ധിച്ച് എനിക്കറിയാം, ഒരു കേട്ട സ്വഭാവമുള്ള എല്ലാവരും ഒരു തീരുമാനമെടുത്താൽ തീരുമാനങ്ങൾ അച്ചടക്കത്തോടുകൂടി അനുസരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് SSF തന്നെ എനിക്ക് നന്നായി അറിയാം. അപ്പൊ ആ നിലക്ക് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളും നമ്മുടെ ബന്ധങ്ങൾക്ക് സ്ഥാനം കാണണം, അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം കാണണം. അല്ലാതെ ഇപ്പോഴുള്ള ഒരു സംസ്കാരമുണ്ട്, 18-21 വയസ്സ് ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അവന്റെ സുഹൃത്തുക്കളൊക്കെ കൂടി സംഘടിച്ചു പോയിട്ട് മറ്റവനെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങായിട്ട് കൂടുന്ന ഒരവസ്ഥ. ഇതൊക്കെ എന്താ വെച്ചാൽ അടുത്ത കാലത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു കൊട്ടേഷൻ സംഘങ്ങൾ വളരുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. അതൊക്കെ ഒരു വികാരത്തിന് അടിമപ്പെട്ട് ചോരത്തിളപ്പ് കൊണ്ടും ഒക്കെ പോകും. പക്ഷെ അതിന്റെയൊക്കെ വരും വരായികൾ, പ്രയാസങ്ങൾ, ഏതെങ്കിലും ഒന്നിന് കിട്ടിയാൽ തെളിയാത്ത കേസുകൾക്കൊക്കെ ഒരു സമൂഹത്തിനെയും ഒരു സമുദായത്തിനെയും ഉൾപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് എന്നൊന്ന് മനസ്സിലാക്കണം. ഇവിടെയൊക്കെ മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേരളത്തിൽ വളരെ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് അവ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ നടക്കുന്ന അവസ്ഥകളൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾ നന്നായി വളരണം. ഇവിടെ പറഞ്ഞ പോലെ തീവ്രവാദത്തിലേക്കൊന്നും പോകാതെ നല്ല നിലയ്ക്ക് കാര്യങ്ങൾ നടത്തി എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും കൂടി ഇടപഴകി. അഭിപ്രായ വ്യത്യാസമുണ്ടോ? അപ്പൊ എന്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായമായിരിക്കില്ല എനിക്ക്. അതൊക്കെ നമ്മളെ വെച്ചത്. പക്ഷെ നാടിന്റെ പൊതുവായ കാര്യങ്ങളിൽ, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, വികസന കാര്യങ്ങളിലൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് മറ്റു കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ സമയത്ത് അവരുടെ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇതായി നമ്മൾ മാറണം. നമുക്ക് നമ്മളെ മുസ്ലിം സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും നമ്മളെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഓർമ്മ, ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. യോജിക്കാവുന്ന മേഖലയിലൊക്കെ യോജിച്ചുകൊണ്ട് സമുദായത്തിന്റെ കാര്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് എനിക്ക് സാന്ദർഭികമായി പറയാനുള്ളത്. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ ബഹുമാന്യ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ അവാർഡ് നേടി NIT ഉഗ്രപുരത്തുന്ന ഇവിടെ NITയിൽ അഡ്മിഷൻ കിട്ടിയത് പറയുമ്പോൾ ഒരുപാട് കാലങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്ന ഒരു സമുദായം ഇന്ന് അതിന്റെ മെഡിക്കൽ എഞ്ചിനീയറിംഗിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലും IASനും ഒക്കെ ഉന്നതിയിലെത്തുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. ഇനി ഈ ജില്ലക്ക് ഈ ഗവൺമെന്റിന്റെ ഒരു സംഭാവനയായി ജൂൺ മാസത്തിൽ മലപ്പുറത്ത് ഗവൺമെന്റുടെ ഒരു മെഡിക്കൽ കോളേജ് കൂടി തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്കും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വേണ്ടി വനിതാ എഞ്ചിനീയറിംഗ് കോളേജും വരാൻ പോവുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളെല്ലാവരും നന്നായി പഠിച്ച് സമൂഹത്തിനും സമുദായത്തിനും നാട്ടിനും ഗുണകരമായ മക്കളായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.